യുഎസ് കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളാണ് ദിനംപ്രതി പുറത്തുവരുന്നത്. ഇതിൽ ഇലോൺ മസ്ക് നടത്തുന്ന പ്രസ്താവനകളും സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ആദ്യ ടൈമിൽ H1 വിസയെ ശക്തമായി എതിർത്ത ട്രംപ് ഇത്തവണ അനുകൂല നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. വൈദഗ്ധ്യമുള്ള വിദേശികൾക്ക് യുഎസിൽ നിയമപരമായി ജോലി ചെയ്യാൻ അനുവദിക്കുന്ന H1B വിസ വിഷയത്തിൽ ഇലോൺ മസ്കിനെ വിമർശിച്ച് വെർമോണ്ട് സെനറ്റർ ബെർണി സാൻഡേഴ്സ് നടത്തിയ പ്രസ്താവനയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. H1B വിസയിൽ വലിയ പരിഷ്കാരങ്ങൾ ആവശ്യമാണെന്നാണ് ബെർണി ചൂണ്ടിക്കാണിക്കുന്നത്. H1B വിസയിൽ കുറഞ്ഞ വേതനത്തിന് ഇന്ത്യക്കാരെ പോലെയുള്ള വിദേശീയരെ ചൂഷണം ചെയ്യുന്നതിന് പകരം ഉയർന്ന വൈദഗ്ധ്യമുള്ള അമേരിക്കൻ തൊഴിലാളികളെ നിയമിക്കണമെന്നാണ് ബെർണി ആവശ്യപ്പെട്ടത്. വിദേശത്ത് നിന്ന് വിദഗ്ധ തൊഴിലാളികളെ നിയമിക്കാൻ യുഎസ് കമ്പനികളെ അനുവദിക്കുന്ന H1B വിസ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട സംവാദങ്ങൾ നടക്കുന്നതിനിടയിലാണ് ബെർണിയുടെ പ്രസ്താവന എന്നതും ശ്രദ്ധേയമാണ്. തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം വാദിക്കുന്ന ബെർണി സാൻഡേഴ്സ് മസ്കിന്റെ നിലപാട് അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ്. H1B വിസ വർദ്ധിപ്പിക്കണമെന്ന മസ്കിന്റെ ആവശ്യം രാജ്യത്ത് വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ എത്തിക്കാനല്ല, മറിച്ച് തൊഴിൽ ചെലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയാണെന്നാണ് ബെർണി സാൻഡേഴ്സ് ആരോപിക്കുന്നത്. ടെസ്ലയെ പോലെയുള്ള പ്രമുഖ കമ്പനികൾ നല്ല ശമ്പളമുള്ള ജോലികൾക്ക് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നും തൊഴിലാളികളെ കൊണ്ടുവരാനാണ് ഈ നീക്കം നടത്തുന്നതെന്നും സെനറ്റർ പറയുന്നു. ഇത് രാജ്യത്തെ പ്രാദേശിക തൊഴിലാളികളുടെ മേലുള്ള കടന്നുകയറ്റമാണെന്നും ബെർണി സാൻഡേഴ്സ് പറയുന്നു. H1B വിസകൾ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് മസ്ക് യുഎസിൽ ഉയർന്ന വൈദഗ്ധ്യമുള്ള സാങ്കേതിക തൊഴിലാളികളുടെ കുറവുണ്ടെന്നും ടെസ്ല, സ്പേസ് എക്സ് പോലുള്ള കമ്പനികൾക്ക് വിദേശ തൊഴിലാളികളെ അത്യന്താപേക്ഷിതമാക്കുന്നുവെന്നും അടുത്തിടെ പറഞ്ഞിരുന്നു. ഈ കമ്പനികൾ നിർമ്മിക്കാൻ സഹായിച്ച എഞ്ചിനീയർമാരിൽ പലരും H1B വിസ പ്രോഗ്രാമിലൂടെ യുഎസിൽ എത്തിയതാണെന്നും മസ്ക് കൂട്ടിച്ചേർത്തു. എന്നാൽ H1B വിസ ഉപയോഗിച്ച് മസ്ക് വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നുണ്ട്. എന്നാൽ ഈ വർഷം ആദ്യം ടെസ്ല 7500-ലധികം അമേരിക്കൻ തൊഴിലാളികളെ പിരിച്ചുവിട്ടതായി സാൻഡേഴ്സ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ആദ്യം യോഗ്യതയുള്ള യുഎസ് പൗരന്മാർക്ക് ജോലി നൽകുക എന്നതാണ് പ്രഥമ ഉത്തരവാദിത്തം. ഭാവിയിലെ ജോലികൾക്കായി നമ്മുടെ രാജ്യത്തിന് ആവശ്യമായ ആളുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്കുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് ബെർണി സാൻഡേഴ്സ് പറയുന്നു. അതേസമയം ട്രംപ് അധികാരത്തിലെത്തുമ്പോൾ വരുന്ന മാറ്റങ്ങളനുസരിച്ച് മികച്ച കരിയർ ആഗ്രഹിക്കുന്ന വിദഗ്ധരായ പ്രൊഫഷണലുകൾക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ട്രംപ് ഉയർന്ന വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികളെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്ന H1B വിസ പ്രോഗ്രാമിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. വിസയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംവാദത്തിന് താൻ ഇലോൺ മസ്കിനൊപ്പമാണെന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ന്യൂയോർക്ക് പോസ്റ്റിന് അനുവദിച്ച ഒരു ഫോൺ സംഭാഷണത്തിലായിരുന്നു ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വിഷയത്തിൽ യുദ്ധത്തിന് വരെ തയ്യാറാണെന്ന് മസ്ക് പറഞ്ഞതിന് തൊട്ടടുത്ത ദിവസമാണ് ട്രംപ് ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്തത്. H1B വിസയിൽ വിശ്വസിക്കുന്ന ആളാണ് താനെന്നും അത് പലതവണ ഉപയോഗിച്ചിട്ടുണ്ടെന്നും ഇതൊരു മഹത്തായ പരിപാടിയാണെന്നുമാണ് ട്രംപ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മുൻ ഭരണകാലത്ത് വിദേശ തൊഴിലാളികൾക്കുള്ള വിസയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയും H1B വിസ പദ്ധതിയെ ട്രംപ് വിമർശിക്കുകയും ചെയ്തിരുന്നുവെന്നതും ശ്രദ്ധേയമാണ്. ട്രംപ് സർക്കാരിൽ കാര്യക്ഷമതാ വകുപ്പിന്റെ ചുമതല നൽകിയിരിക്കുന്ന മസ്കും വിവേക് രാമസ്വാമിയും വിദേശ തൊഴിലാളികൾക്കുള്ള വിസ നൽകുന്നത് വർദ്ധിപ്പിക്കണമെന്നാണ് വാദിക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചരണം മുതൽ കുടിയേറ്റത്തിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്ന് ആവർത്തിച്ചു പറയുന്ന ട്രംപ് എങ്ങനെയാണ് H1B വിസ കൂടുതൽ അനുവദിക്കണമെന്ന വാദത്തെ അംഗീകരിക്കുന്നതെന്നാണ് വിമർശകർ ചോദിക്കുന്നത്.